ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് VTS മാളിൽ നിന്നും മാത്രം. VTS മാൾ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, ഫാൻസി ആൻഡ് ഫുട്വെയർ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ടൈലറിംഗ്, സൂപ്പർ മാർക്കറ്റ്സ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. Why you so fine? Got to make you mine. ഇന്റർ UP സ്കൂൾ ടൂർണമെന്റിൽ മിന്നും പ്രകടനത്തോടെ ജേതാക്കളായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രതിഭകൾക്ക് സ്കൂളിൽ അനുമോദന ചടങ്ങൊരുക്കി അധ്യാപകർ. പ്രധാനാധ്യാപിക N. അനീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷകരവും അതുപോലെ തന്നെ അഭിമാനകരവുമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമ്മുടെ കുട്ടികൾ PT സാർ പറഞ്ഞു എത്രമാത്രം മാച്ചിലാണ് അവർ പങ്കെടുത്തതെന്ന്. അതിൽ നിന്നും സ്കൂളിനെ പ്രതിനിധീകരിച്ച് ടോപ്പേഴ്സ് ആയിട്ട് വന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, അവരെ അഭിനന്ദിക്കുകയാണ്. സ്കൂളിൻ്റെ എല്ലാവിധത്തിലുള്ള സന്തോഷവും അഭിനന്ദനവും ഈ കുട്ടികളെ അറിയിക്കുകയാണ്. അൽഫാറൂഖ് സ്കൂളിൽ നടന്ന ഇന്റർ UP സ്കൂൾ ടൂർണമെന്റിൽ മലപ്പുറം ജില്ലയിലെ 8 സബ് ജില്ലകളിലെയും കോഴിക്കോട് മുക്കം സബ് ജില്ലയിലും ഉൾപ്പെടെ 16 ടീമുകളാണ് മത്സരിച്ചത്. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ തൂവൂർ സ്കൂൾ ടീമിനെ പരാജയപ്പെടുത്തിയാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ, ഗോൾ കീപ്പർ, ടോപ്പ് സ്കോറർ ഉൾപ്പെടെ കരസ്ഥമാക്കിയാണ് പാണ്ടിക്കാട് GHSSലെ വിദ്യാർത്ഥികൾ ജേതാക്കളായത്. ഇതിനെ തുടർന്നാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ അനുമോദന ചടങ്ങൊരുക്കിയത്. ഏകദേശം 16 ടീമുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ 8 സബ് ജില്ലകളിൽ നിന്നുള്ള സ്കൂൾ ടീമുകളുണ്ടായിരുന്നു. പുറമെ കോഴിക്കോട് ജില്ലയിലെ മുക്കം സബ് ജില്ലയിലെ ഒരു ടീമുണ്ടായിരുന്നു. അങ്ങനെ വണ്ടൂര്, നിലമ്പൂര്, മഞ്ചേരി, മലപ്പുറം, മങ്കട, എടപ്പാട്, കൊണ്ടോട്ടി തുടങ്ങിയ സബ് ജില്ലകളുടെ ടീമുകളുണ്ടായിരുന്നു. നല്ല നല്ല ടീമുകളായിരുന്നു. ഇപ്പോൾ കുറേ ദിവസം കുട്ടികളെന്നോട് അങ്ങനെ പറയുന്നത്, സാറേ ഞങ്ങൾക്ക് PSL വേണം, PSL വേണം. നമ്മൾ 8, 9, 10 ക്ലാസ്സുകൾക്കൊക്കെ PSL നടത്തി. 5ാം ക്ലാസ്സിലെ 6, 7 കുട്ടികൾക്ക് വന്നിട്ട് സാറേ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നടത്താൻ സമയമില്ല, കാരണം നോമ്പായി, അതുപോലെ എക്സാമായി, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നമുക്ക് വേറെ ടൂർണമെന്റ് ഞങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് തൊട്ടടുത്തൊരു ടൂർണമെന്റ് വന്നത്. ഏകദേശം 3 കിലോമീറ്റർ അടുത്തുള്ളൂ. അങ്ങനെ ടീം നമ്മൾ പങ്കെടുത്തു. അതിൻ്റെ ഒരാഴ്ച മുമ്പ് ടൂർണമെന്റ് അറിഞ്ഞതിന് ശേഷം ഞാനും സിനി ടീച്ചറെ കൂടി ഈ കുട്ടികളെ വിളിച്ചു. കുട്ടികളെ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു, ഞങ്ങളുടെ സബ് ജൂനിയർ ടീം ഉണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ സിനി ടീച്ചർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ജസ്റ്റ് ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാമ്പ് കൊടുത്തു. പിന്നെ ക്യാമ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുട്ബോളാണ്, എല്ലാവരും ഒന്നായിട്ട് കളിക്കുന്ന കുട്ടികളാണ്. ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാം. നമ്മൾ ജസ്റ്റ് ഒരു കോർഡിനേറ്റ് ചെയ്താൽ മതി. അങ്ങനെ പോയി കളിച്ചു. ഫസ്റ്റ് മാച്ച് നമ്മൾ ആനക്കയം സ്കൂളായിട്ടായിരുന്നു. അത് 2 ഗോളിന് ജയിച്ചു. രണ്ടാമത്തെ മത്സരം കൊണ്ടോട്ടി സ്കൂളായിട്ടായിരുന്നു. അത് 3 ഗോളിന് ജയിച്ചു. 4ാമത്തെ മാച്ച് അത്യാവശ്യം ടൈറ്റ് മാച്ച് വന്നത്. 3ാമത്തെ മാച്ച് സെമിയിൽ, അത് ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന അരീക്കോടിലെ ഓറിയന്റ് സ്കൂളായിരുന്നു. അവർ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ സൂപ്പർ കപ്പ് റണ്ണേഴ്സപ്പാണ്. അപ്പോൾ അവരായിട്ട് നല്ല ടൈറ്റ് മാച്ചായിരുന്നു. പക്ഷെ മത്സരത്തിൽ നമ്മൾ അവരോട് സമനില പ്രാപിച്ചു. പെനാൽറ്റിയിൽ നമ്മുടെ മാലിക്ക് മികച്ച സേവനം നടത്തി ജയിച്ചു. അതുപോലെ ഫൈനൽ മാച്ച് തൂവൂർ സ്കൂളായിട്ടായിരുന്നു. അതും നല്ല മാച്ചായിരുന്നു. മത്സരം സമനിലയായി. അതും പെനാൽറ്റിയിൽ മാലിക്കിന്റെ മികച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല സന്തോഷമുണ്ട്. കാരണം കുട്ടികൾക്ക് കളിക്കാൻ അധ്യാപകരായ ശശികല, അൻവർ സാദത്ത്, സീമ, അഭിലാഷ്, സിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.